ഹലോ ഓൾ, പി കെ ലേണിങ്സിൻ്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് നോക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രധാന ടോപ്പിക്കായ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ, ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങളായ ഈ പറഞ്ഞ നോർത്തേൺ മൗണ്ടൻസ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്, പെനിൻസുലാർ പ്ലേറ്റ്യൂസ്, ഉപദ്വീപീയ പീഠഭൂമി, ഇത്രയും ഭൂവിഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ് വരെ. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു ഭൂപ്രകൃതി വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ മരുഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഡെസേർട്സിലേക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ മരുഭൂമി, ഇന്ത്യൻ ഡെസേർട്ടിൻ്റെ ആദ്യത്തെ പാർട്ട് 1 ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. SCRT, NCERT പാഠപുസ്തകങ്ങളിൽ ഇന്ത്യൻ മരുഭൂമിയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിൻറ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് നമ്മളിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഈ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ SCRT, NCERTയിലെ എല്ലാ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളുടെ സ്ലൈഡ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്, അതേപോലെ തന്നെ ക്ലാസ്സും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ മരുഭൂമി, ഇന്ത്യൻ ഡെസേർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് മരുഭൂമി, എന്താണ് ഡെസേർട്ട് എന്ന് ഒരു ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ താപനില, ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതും ഏറ്റവും കൂടുതൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളെയാണ് നമ്മുടെ ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമി. ഏറ്റവും മഴ കുറവായിട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ, ഇത്തരം സവിശേഷതയുള്ള പ്രദേശങ്ങളെയാണ് അല്ലെങ്കിൽ ഭൂഭാഗങ്ങളെയാണ് നമ്മൾ മരുഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ മരുഭൂമി എന്താണ്? 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. എത്രയാണ്? 25 സെൻറ്റിമീറ്ററിൽ താഴെ. 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് നമ്മൾ മരുഭൂമി എന്ന് പറയുന്നത്. 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മരുഭൂമികൾ എന്ന് പറയുന്നത്. മുന്നേ ഉള്ള എക്സാംസിൽ ഈ പറഞ്ഞ ഫിഗർ നമ്മൾ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. 30 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ മാറ്റി പല എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ SCRTയിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ആ ഒരു ഫിഗറാണിത്, അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റാണ്. 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമി എന്ന് പറയുന്നത്. അതേപോലെ പൊതുവെ ജനറലി മരുഭൂമികൾ 2 തരമുണ്ട്. മരുഭൂമികൾ പൊതുവെ 2 തരമാണുള്ളത്. ഏതൊക്കെയാണവ? ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും. അപ്പോൾ 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ മരുഭൂമികൾ എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവെ ഈ പറയുന്ന മരുഭൂമികൾ 2 തരമുണ്ട്. ഒന്ന് ശീത മരുഭൂമിയും ഒന്ന് ഉഷ്ണ മരുഭൂമിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഈ മരുഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രധാനപ്പെട്ടുള്ളൊരു ബോക്സാണ്, SCRT ചാപ്റ്ററിലെ ഒരു ബോക്സാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്നാണ് പേര് നമുക്കറിയാം. അതായത് മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. എന്താണ്? ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മരുഭൂമിക്ക് ഡെസേർട്ട് എന്ന പേരുണ്ടായത് എന്നാണ് പറയുന്നത്. ഏതാണ്? മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഈ പദത്തിനർത്ഥം. അതായത് ഡെസേർട്ടം എന്ന പദത്തിന് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിനർത്ഥം. അതേപോലെ തന്നെ മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം എറമോളജി എന്നാണ് അറിയപ്പെടുന്നത്. എറമോളജി, മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം എറമോളജി എന്നും അറിയപ്പെടുന്നു. നമ്മൾ എന്താണ് ഇതിൽ പറഞ്ഞത്? മരുഭൂമി ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്നറിയപ്പെടുന്നു. ഈ ഡെസേർട്ട് എന്ന് മരുഭൂമിക്ക് പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ്. അതേപോലെ തന്നെ ഈ പദത്തിന് അർത്ഥം ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നുമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന മരുഭൂമികളെക്കുറിച്ചുള്ള പഠനത്തിനെ നമ്മൾ എറമോളജി എന്നും പറയുന്നു. ഇതാണ് നമുക്ക് ആദ്യത്തെ സ്ലൈഡിൽ നോക്കാൻ വേണ്ടി ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് പറഞ്ഞത്? 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് നമ്മുടെ മരുഭൂമികൾ എന്ന് പറയുന്നത്. പൊതുവെ ഇവ 2 തരമുണ്ട്.
ഏതൊക്കെയാണവ? ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും. അതേപോലെ തന്നെ ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മരുഭൂമിക്ക് ഡെസേർട്ട് എന്ന പേരുണ്ടായത്. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഈ വാക്കിനർത്ഥം. അതേപോലെ തന്നെ മരുഭൂമികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എറമോളജി എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പൊതുവെ മരുഭൂമികളെ നമ്മൾ രണ്ടായിട്ട് നമുക്ക് തിരിക്കാമെന്ന് പറഞ്ഞു. അതാണ് ശീത മരുഭൂമിയും ഉഷ്ണ മരുഭൂമിയും. അപ്പോൾ നമ്മൾ ശീത മരുഭൂമികൾ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. ധ്രുവപ്രദേശങ്ങളിലും നമുക്കറിയാം ഏറ്റവും മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും എന്താണ് മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളും അതേപോലെ തന്നെ ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീത മരുഭൂമികൾ, കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത്. എന്താണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് ശീത മരുഭൂമികൾ. ഇവിടെ കൊടും തണുപ്പായിരിക്കും വർഷം മുഴുവനും അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇതിന് ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശീത മരുഭൂമിയായ ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഥാർ മരുഭൂമി നമുക്കറിയാം, അതൊരു ഉഷ്ണ മരുഭൂമിയാണ്. നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ അത് പറയും. ഇന്ത്യയിൽ ഈ പറയുന്ന ഒരു ശീത മരുഭൂമിയും കാണപ്പെടുന്നുണ്ട്, അതാണ് ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശീത മരുഭൂമിക്ക് ഉദാഹരണമാണ് നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്നത്. ലഡാക്കിൻ്റെ അല്ലെങ്കിൽ ശീത മരുഭൂമിയുടെ ഒരു ചിത്രമാണ്. വർഷം മുഴുവനും വളരെ തണുപ്പ് അനുഭവപ്പെടുന്ന മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്ന ശീത മരുഭൂമികൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉഷ്ണ മരുഭൂമികളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ്? 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ പറയുന്ന ഉഷ്ണ മരുഭൂമികൾ കൂടുതലും കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കിവിടെ എന്താണ് നോക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത്? 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ് പ്രധാനമായിട്ടും ഉഷ്ണ മരുഭൂമികൾ കാണപ്പെടുന്നത്. എത്ര ഡിഗ്രി മുതൽ എത്ര ഡിഗ്രി വരെ? 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് പ്രധാനമായിട്ടും ഉഷ്ണ മരുഭൂമികൾ കാണപ്പെടുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു ഉഷ്ണ മരുഭൂമിയായ ഥാർ മരുഭൂമി കാണപ്പെടുന്നത് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ്, ഏകദേശം നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രാജസ്ഥാൻ്റെ ആ ഒരു മേഖലയിലാണ് നമുക്ക് ഥാർ മരുഭൂമി കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞൊരു പടിഞ്ഞാറ് ഭാഗത്ത് വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന ഉഷ്ണ മരുഭൂമി കാണപ്പെടുന്നത്. എന്താണ് അവിടുത്തെ പ്രത്യേകത? വരണ്ട കാലാവസ്ഥയാണ്. വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ. എന്താണ്? വരണ്ടതാണ്. വരണ്ട കാലാവസ്ഥയാണ് ഈ പറയുന്ന ഉഷ്ണ മരുഭൂമികളിൽ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ വളരെ ഉയർന്ന പകൽ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഉയർന്ന പകൽ താപനിലയും ഇവിടെ അനുഭവപ്പെടുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടുത്തെ രാത്രി താപം വളരെ കുറവായിരിക്കും. പകൽ താപനില വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമായിരിക്കും ഈ പറയുന്ന ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ് നമുക്ക് ഉഷ്ണ മരുഭൂമികൾ പ്രധാനമായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായും ഇവ കാണപ്പെടുന്നത് വൻകരയുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലായിരിക്കും. അതേപോലെ തന്നെ വരണ്ട കാലാവസ്ഥയും ഈ പറയുന്ന വളരെ ഉയർന്നതുമായ പകൽ താപനിലയായിരിക്കും ഈ പറയുന്ന ഉഷ്ണ മരുഭൂമികളിൽ അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ പ്രദേശങ്ങളിലെ രാത്രി താപം വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഉഷ്ണ മരുഭൂമികളെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഉദാഹരണം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഥാർ മരുഭൂമി ഒരു ഉഷ്ണ മരുഭൂമിക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ്, ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ദൈനിക താപാന്തരം. ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പറയാൻ വേണ്ടിയുള്ളത് ഉഷ്ണ മരുഭൂമികളുടെ പ്രത്യേകത പറഞ്ഞപ്പോഴാണ് നമ്മൾ ദൈനിക താപാന്തരത്തെക്കുറിച്ച് പറഞ്ഞത്. ഉഷ്ണ മരുഭൂമികളുടെ ഒരു പ്രത്യേകതയാണ് ഈ പറയുന്ന ദൈനിക താപാന്തരം ഈ പറയുന്ന പ്രദേശങ്ങളിൽ കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും
കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഉഷ്ണമരുഭൂമികളിൽ ദൈനിക താപാന്തരം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഉഷ്ണമരുഭൂമിയായ ഥാർ മരുഭൂമിയെ പറ്റിയാണ് ഇനിയുള്ള ഈ സ്ലൈഡിൽ നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളത്. നമുക്ക് നോക്കാം, ആരവല്ലിയുടെ വടക്ക് പടിഞ്ഞാറായാണ് ഇന്ത്യൻ ഉഷ്ണമരുഭൂമിയുടെ സ്ഥാനം. നമുക്ക് മാപ്പ് വരുന്ന സ്ലൈഡിൽ നോക്കാം. നെക്സ്റ്റ് ഉണ്ട്, ദേ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ആരവല്ലി റേഞ്ചസ് കാണപ്പെടുന്നത്. ഈ ആരവല്ലിക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഉഷ്ണമരുഭൂമിയാണ് നമ്മുടെ ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരവല്ലിയുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇന്ത്യൻ ഉഷ്ണമരുഭൂമിയുടെ സ്ഥാനം. ഓക്കെ, നീളമേറിയ മണൽ കൂനകളും ബർക്കനുകളും അടങ്ങിയ ഭൂപ്രദേശമാണിത്. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അതായത് നമ്മുടെ കാറ്റിൻ്റെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് ഈ പറയുന്ന മണൽക്കൂനകളും ബർക്കനുകൾ എന്നൊക്കെ പറയും. നമ്മൾ വരുന്ന സ്ലൈഡിൽ നമ്മൾ അതിനെപ്പറ്റി നോക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് ഈ പറയുന്ന മണൽക്കൂനകളും ബർക്കനുകളും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നീളമേറിയ മണൽക്കൂനകളും ബർക്കനുകളും അടങ്ങിയ ഭൂപ്രദേശമാണ് നമ്മുടെ ഇന്ത്യൻ ഉഷ്ണമരുഭൂമി. ഓക്കെ, അതേപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ വർഷത്തിൽ 150 മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിക്കാറുള്ളൂ. ഈ പ്രദേശങ്ങളിൽ വാർഷിക മഴ എത്രയാണ് ലഭിക്കുന്നത്? 150 മില്ലിമീറ്റർ മഴ മാത്രമേ വർഷത്തിൽ ലഭിക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ വരണ്ട കാലാവസ്ഥ, നമ്മൾ പറഞ്ഞു ഉഷ്ണമരുഭൂമിയുടെ പ്രത്യേകത പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വരണ്ട കാലാവസ്ഥയായിരിക്കും, സസ്യജാലങ്ങൾ വിരളമായിരിക്കും, മഴയുടെ ലഭ്യത കുറവാണ്, താപനില വളരെ കൂടുതലാണ്, വരണ്ട കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സസ്യജാലങ്ങൾക്ക് ഇവിടെ വളരാൻ വളരെ അനുയോജ്യമല്ലാത്തൊരു ഭൂപ്രകൃതി ആയിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സസ്യജാലങ്ങൾ വളരെ വിരളമായിട്ടാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ പ്രദേശം മരുസ്ഥലി എന്നറിയപ്പെടുന്നു. നമ്മൾ വരുന്ന സ്ലൈഡിൽ നോക്കും എന്താണ് മരുസ്ഥലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വരണ്ട ഉഷ്ണ മരുഭൂമി പ്രദേശത്തെ നമ്മൾ മരുസ്ഥലി എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? മരുസ്ഥലി എന്ന് പറയുന്നു. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ആരവല്ലിയുടെ വടക്കു പടിഞ്ഞാറായിട്ടാണ് ഇന്ത്യൻ ഉഷ്ണ മരുഭൂമിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്തൊക്കെ അവിടെ കാണുന്നു? നീളമേറിയ മണൽക്കൂനകളും ബർക്കനുകളും അടങ്ങിയ പ്രദേശമാണ് ഇന്ത്യൻ ഉഷ്ണമരുഭൂമി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ വർഷത്തിൽ 150 മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? വരണ്ട കാലാവസ്ഥയാണ്, സസ്യജാലങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഭൂപ്രകൃതിയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പ്രദേശത്തെ നമ്മൾ മരുസ്ഥലി എന്നറിയപ്പെടുന്നു. എന്താണ്? മരുസ്ഥലി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ മാപ്പ് എടുത്താൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഉഷ്ണ മരുഭൂമിയാണ് ഥാർ ഡെസേർട്ട് എന്ന് പറയുന്നത്. നമുക്ക് കാണാം, ഈ പറയുന്നതാണ് നമ്മുടെ ആരവല്ലി മലനിരകൾ. ആരവല്ലി മലനിരയ്ക്ക് പടിഞ്ഞാറായിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറായിട്ടാണ് നമുക്ക് ഥാർ മരുഭൂമി കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മരുഭൂമിയിലെ ഉപരിതല ഭൂപ്രകൃതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങളാണ്. നമുക്കറിയാം വരണ്ട കാലാവസ്ഥയാണ്, താപനില വളരെ കൂടുതലാണ്, മഴയുടെ ലഭ്യതയൊക്കെ കുറവാണ് ഈ പറയുന്ന ഉഷ്ണ മരുഭൂമി പ്രദേശത്ത്. അപ്പോൾ ഈ പ്രദേശങ്ങളിലെ ഉപരിതല ഭൂപ്രകൃതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ 11ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിൽ പറയുന്നത്. എന്തൊക്കെയാണവ? വരണ്ട കാലാവസ്ഥയാണ്, ഭൗതിക അപക്ഷയം നടക്കുന്നുണ്ട്, കാറ്റിൻ്റെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങളും ഈ പറയുന്ന പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നു, ഭൗതിക അപക്ഷയം സംഭവിക്കുന്നു, അതേപോലെ തന്നെ കാറ്റിൻ്റെ പ്രവർത്തനവും ഈ പറയുന്ന പ്രദേശങ്ങളിലെ ഉപരിതല ഭൂപ്രകൃതി സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മരുഭൂമി ഭൂരൂപങ്ങളായ കൂൺശിലകൾ, അസ്ഥിര മണൽക്കൂനകൾ, മരുപ്പച്ചകൾ തുടങ്ങിയവ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. അതായത് നമ്മുടെ മരുഭൂമി പ്രദേശത്ത്, ഉഷ്ണ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങളാണ്, അല്ലെങ്കിൽ ജിയോമോർഫിക് ലാൻഡ് ഫോംസ് ആണ് പ്രധാനപ്പെട്ട കൂൺശിലകൾ, അസ്ഥിര മണൽക്കൂനകൾ, മരുപ്പച്ചകൾ തുടങ്ങിയവ ഈ പറയുന്ന ഉഷ്ണ മരുഭൂമി പ്രദേശത്തൊക്കെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 11ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പറയുന്നൊരു ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും ഈ പ്രദേശത്തിൻ്റെ കിടപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇന്ത്യയുടെ ഉഷ്ണമരുഭൂമിയുടെ കിടപ്പിൻ്റെ അടിസ്ഥാനത്തിൽ
മരുഭൂമിയെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണവ? ഒന്ന്, സിന്ധ് പ്രദേശത്തേക്ക് ചരിവുള്ള വടക്ക് ഭാഗം, അതായത് ഥാർ മരുഭൂമിയുടെ വടക്ക് ഭാഗം സിന്ധ് പ്രദേശത്തേക്ക് ചരിവുള്ള വടക്ക് ഭാഗമായിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അതായത് നമ്മുടെ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ് ഈ പറയുന്ന സിന്ധ് എന്ന് പറയുന്നത്. ആ പ്രദേശത്തേക്ക് ചരിവുള്ള വടക്ക് ഭാഗമാണ് ഈ പറയുന്ന മരുഭൂമിയുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. അതായത് കിടപ്പിൻ്റെ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെയൊക്കെ ആ ഒരു അടിസ്ഥാനത്തിൽ ഈ രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമതാണ് സിന്ധ് പ്രദേശത്തേക്ക് ചരിവുള്ള വടക്ക് ഭാഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റാൻ ഓഫ് കച്ച് പ്രദേശത്തേക്ക് ചരിവുള്ള തെക്കൻ ഭാഗം, അതായത് ഥാർ മരുഭൂമിയുടെ തെക്കൻ ഭാഗം ഗുജറാത്തിൽ കാണപ്പെടുന്ന റാൻ ഓഫ് കച്ച് പ്രദേശത്തേക്ക് ചരിവുള്ള രണ്ടാമത്തെ പ്രദേശമായിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രദേശത്തിൻ്റെ കിടപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മരുഭൂമിയെ രണ്ടായിട്ട് തിരിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണവ? സിന്ധ് പ്രദേശത്തേക്ക് ചരിവുള്ള വടക്ക് ഭാഗവും റാൻ ഓഫ് കച്ച് പ്രദേശത്തേക്ക് ചരിവുള്ള തെക്കൻ ഭാഗവും. ഇത് 11ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിൽ പറയുന്ന ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഥാർ മരുഭൂമിയെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഥാർ മരുഭൂമിയിലെ അതിരുകളെ പറ്റി പറയുന്ന ഒരു SCERTയിലെ ഫ്ലോ ചാർട്ടാണ് നമുക്ക് ഇനി നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഥാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഥാർ മരുഭൂമിയുടെ അതിർത്തികളാണ്. ഒന്ന്, വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം. നിങ്ങൾ നോക്കുക, നമുക്ക് മാപ്പ് നോക്കാം. വടക്ക് പടിഞ്ഞാറ് എന്താണ്? സത്ലജ് നദീതടം. കിഴക്ക് ആരവല്ലി നിരകൾ, കിഴക്ക് ആരവല്ലി നിരകൾ. തെക്ക് റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തെക്കൻ ഭാഗത്ത് കാണപ്പെടുന്നു. പടിഞ്ഞാറ് സിന്ധു നദീതടം. ഓക്കെ, അപ്പോൾ വടക്ക് പടിഞ്ഞാറ് എന്താണ് നമ്മൾ കാണപ്പെടുന്നത്? സത്ലജ് നദീതടമാണ് ഥാർ മരുഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിരായിട്ട് കാണപ്പെടുന്നത്. കിഴക്കൻ അതിരായിട്ട് ആരവല്ലി നിരകൾ സ്ഥിതി ചെയ്യുന്നു. അതായത് ഥാർ മരുഭൂമിയുടെ കിഴക്കൻ അതിരായിട്ട് ആരവല്ലി നിരകൾ സ്ഥിതി ചെയ്യുന്നു. ഥാർ മരുഭൂമിയുടെ തെക്കൻ അതിരായിട്ട് റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നു. അതേപോലെ തന്നെ ഥാർ മരുഭൂമിയുടെ പടിഞ്ഞാറൻ അതിരായിട്ട് സിന്ധു നദീതടം സ്ഥിതി ചെയ്യുന്നു. നമുക്ക് മാപ്പിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതാണ് നമ്മുടെ ഥാർ മരുഭൂമി. ഇന്ത്യയുടെ ആ ഒരു രാജസ്ഥാൻ്റെ, പ്രധാനമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഥാർ മരുഭൂമി വ്യാപിച്ച് കിടക്കുന്നത് രാജസ്ഥാൻ സംസ്ഥാനത്തിലാണ്. അപ്പോൾ രാജസ്ഥാൻ്റെ ആ ഒരു ഏറിയ പങ്കിലും വ്യാപിച്ച് കിടക്കുന്നതാണ് ഥാർ മരുഭൂമി. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് നമ്മൾ സത്ലജ് നദീതടം എന്നാണ് പറഞ്ഞത്. സത്ലജ് നദീതടം ഇത്രയും ഭാഗത്തൊക്കെ ആയിട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും ഥാർ മരുഭൂമി കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് നമ്മൾ എന്ത് പറഞ്ഞു? സത്ലജ് നദീതടം പറഞ്ഞു. ഥാർ മരുഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിര് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം സത്ലജ് നദീതടം. അതേപോലെ തന്നെ കിഴക്ക് ആരവല്ലി നിരകൾ. കിഴക്കൻ അതിര് ഏതാണ്? ഥാർ മരുഭൂമിയുടെ കിഴക്കൻ അതിര് ആരവല്ലി നിരകൾ. അതേപോലെ തന്നെ ഥാർ മരുഭൂമിയുടെ തെക്കൻ അതിര് റാൻ ഓഫ് കച്ച്. ഥാർ മരുഭൂമിയുടെ തെക്ക് ഭാഗത്തായി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് കാണപ്പെടുന്നു. അതേപോലെ തന്നെ പടിഞ്ഞാറൻ അതിരായിട്ട് സിന്ധു നദീതടം കാണപ്പെടുന്നു. നമുക്കറിയാം സിന്ധു ഉത്ഭവിച്ചതേ ഈ വഴിക്കാണ് ഒഴുകി വരുന്നത്. സിന്ധു നദീവ്യൂഹം കാണപ്പെടുന്നത് ഈ ഒരു പ്രദേശത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഥാർ മരുഭൂമിയുടെ പടിഞ്ഞാറൻ അതിരായിട്ട് സിന്ധു നദീതടം കാണപ്പെടുന്നു. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഥാർ മരുഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സത്ലജ് നദീതടം കാണപ്പെടുന്നു. കിഴക്ക് ഭാഗത്ത് ആരവല്ലി, കിഴക്കൻ അതിരായിട്ട് ആരവല്ലി നിരകൾ കാണുന്നു. തെക്കൻ അതിരായിട്ട് തെക്ക് ഭാഗത്ത് റാൻ ഓഫ് കച്ച് കാണുന്നു. അതേപോലെ തന്നെ പടിഞ്ഞാറൻ അതിരായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദീതടം കാണപ്പെടുന്നു. അപ്പോൾ മാപ്പ് വെച്ച് നിങ്ങൾക്ക് നോക്കിയപ്പോൾ കുറച്ചുകൂടി മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. മാക്സിമം നമുക്ക് മാപ്പ് വെച്ച് ലൊക്കേഷൻ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണെങ്കിൽ ഉറപ്പായിട്ട് മാപ്പിൻ്റെ സഹായത്തോടെ മാത്രം നിങ്ങൾ പഠിക്കുക. ജോഗ്രഫിയെ അപ്രോച്ച് ചെയ്യേണ്ട രീതി അതേപോലെയാണ്. നമ്മൾ എല്ലാ സബ്ജക്റ്റിനെയും ഒരേ രീതിക്കായിരിക്കണം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അത് നമുക്ക് ഹിസ്റ്ററി വായിച്ച് പഠിക്കുന്ന പോലെ നമുക്ക് ജോഗ്രഫിയും പൊളിറ്റിയും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. സോ ജോഗ്രഫിയുടെ കാര്യം വരുമ്പം മാപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മാപ്പ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്നാണ് ഥാർ മരുഭൂമിയുടെ അതിരുകൾ അല്ലെങ്കിൽ സ്വാഭാവിക അതിരുകൾ ജസ്റ്റ് നമ്മൾ വായിച്ച് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ജസ്റ്റ് വായിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമേ കഴിയത്തുള്ളൂ അല്ലേ. കിഴക്ക് ആരവല്ലി പർവ്വതനിര, തെക്ക് റാൻ ഓഫ് കച്ച്, പടിഞ്ഞാറ് സിന്ധു, വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം. ഇത് നമ്മൾ ജസ്റ്റ് വായിച്ച് മാത്രം, നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നുമില്ല. ജസ്റ്റ് വായിക്കുന്നു, മനസ്സിലാക്കുന്നു, പോകുന്നു. പിന്നീട് എപ്പോഴെങ്കിലും റിവിഷൻ ചെയ്ത് പഠിച്ചാലായി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് വായിച്ചു, ഓക്കെ. പക്ഷേ നമ്മളിത് ഇപ്പുറത്ത് മാപ്പിൻ്റെ സഹായത്തോടു കൂടി പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വിഷ്വലൈസേഷൻ എപ്പോഴും ഉണ്ടാവും. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഥാർ മരുഭൂമി കാണപ്പെടുന്നത്. അതിൻ്റെ വടക്ക്
നമുക്കിവിടെ ലൊക്കേഷൻ നമ്മൾ കണ്ടു. എന്താണ് കേൾക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ കണ്ടു. എവിടെയാണ് സത്ലജ് നദീതടം ഥാർ മരുഭൂമിയുടെ ആ ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ സിന്ധു നദീതടം എവിടെയാണ്, റാൻ ഓഫ് കച്ച് എവിടെയാണ്, ആരവല്ലി പർവ്വതനിര എവിടെയാണ് നമ്മൾ മാപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ കണ്ടുപഠിച്ചപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു പഠിത്തത്തിലൊരു അഡ്വാൻറ്റേജ് ഈ പറയുന്ന മാപ്പ് നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഥാർ മരുഭൂമിയുടെ പ്രത്യേകതകളെ പറ്റിയാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ്? വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഥാർ മരുഭൂമി കാണാൻ വേണ്ടി സാധിക്കുന്നത്. എവിടെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമുക്ക് ഥാർ മരുഭൂമി കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമായിട്ടല്ല, പാകിസ്ഥാനിലെ സിന്ധ് പ്രദേശങ്ങളിലും അത്യാവശ്യത്തിന് ഈ പറയുന്ന ഥാർ മരുഭൂമി വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മൊത്തത്തിൽ അല്ലെങ്കിൽ ഏകദേശം 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ ഇന്ത്യയുടെ ഥാർ മരുഭൂമിയുടെ ആകെ വിസ്തൃതി. അതിൽ 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും എവിടെ കാണപ്പെടുന്നു? നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഥാർ മരുഭൂമി, ഇന്ത്യയിൽ കാണപ്പെടുന്ന ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാൻ സംസ്ഥാനത്ത് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഥാർ മരുഭൂമി വ്യാപിച്ച് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഥാർ മരുഭൂമി ഇന്ത്യയിൽ കാണപ്പെടുന്നതിൻ്റെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് കാണപ്പെടുന്നത്. പക്ഷേ രാജസ്ഥാനിൽ മാത്രമല്ല കാണപ്പെടുന്നത്, ബാക്കി എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് നമുക്കറിയാം, രാജസ്ഥാനിൽ കാണപ്പെടുന്നു. 2 ഹരിയാനയിൽ കാണപ്പെടുന്നു, പഞ്ചാബിൽ കാണപ്പെടുന്നു, ഗുജറാത്തിൽ കാണപ്പെടുന്നു. ഇത് ഒരുപാടൊന്നുമില്ല, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രാജസ്ഥാനിൽ തന്നെയാണ്. പക്ഷേ കുറച്ച് ഭാഗങ്ങൾ ഈ പറയുന്ന ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും വ്യാപിച്ച് കിടക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും, രാജസ്ഥാൻ്റെ ഏറ്റവും അയൽ സംസ്ഥാനമായിട്ടുള്ള മധ്യപ്രദേശിൽ നമുക്ക് ഈ പറയുന്ന ഥാർ മരുഭൂമി കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താണ്? ഈ പറയുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ആരവല്ലി പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ ഥാർ മരുഭൂമിയുടെ ആ ഒരു വ്യാപനം ഈ പറയുന്ന കിഴക്കൻ പ്രദേശത്തോട്ട് അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ കിഴക്കൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനുള്ള കാരണം നമ്മുടെ ആരവല്ലി പർവ്വതനിരയുടെ ആ ഒരു കിടപ്പാണ്. ഓക്കെ, അതുകൂടാണ്ട് പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞു 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് നമ്മുടെ ഥാർ മരുഭൂമി കാണപ്പെടുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച കാണപ്പെടുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ ലഭ്യത കുറയ്ക്കുന്നു. ഈ പറയുന്ന ഥാർ മരുഭൂമിയുടെ മറ്റു പ്രത്യേകതയാണ് ബാഷ്പീകരണ തോത് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ വരണ്ട കാറ്റും ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റുകളുടെ പ്രവർത്തനവും മഴയുടെ ലഭ്യത കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്നു. രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. ഇത് രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ മേഖലകളിൽ മഴ കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. നമ്മൾ സമതലങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഈ പോയിന്റ് വളരെ വ്യക്തമായിട്ട് പഠിച്ചതായിരുന്നു. നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ആരവല്ലി പർവ്വതനിര. അപ്പോൾ നമ്മൾ പറഞ്ഞു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് 2 ശാഖകളുണ്ട്. ഒന്ന് അറബിക്കടൽ ശാഖയും മറ്റൊന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖയും. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഇന്ത്യൻ ഉപദ്വീപിലേക്ക് കടക്കുന്ന ഈ പറയുന്ന അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് ഇതേ ഇങ്ങനെ കടന്നു പോകുന്നു. ഓക്കെ, സമാന്തരമായിട്ട് ഈ വഴി കടന്നു പോകുന്നു. ഇവിടെ ഈ കാറ്റുകളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കാനായിട്ട് യാതൊരു തടസ്സവും അവിടെയില്ല. അല്ലെങ്കിൽ മറ്റു പർവ്വതനിരകളൊന്നും ഈ പറയുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാണപ്പെടുന്നില്ല. ആരവല്ലി പർവ്വതനിരയാണെങ്കിൽ ഈ കാറ്റുകൾക്ക് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഈ ഒരു പ്രവണത ഈ ഥാർ മരുഭൂമിയിൽ മഴ വളരെ കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാം. പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ഏത് ശാഖ? അറബിക്കടൽ ശാഖ. പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ
അറബിക്കടൽ ശാഖയാണ് ഗുജറാത്തിൽ പ്രവേശിക്കുന്നതും ഈ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്നു എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞു. ഈ പറയുന്ന അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് കടന്നു പോവുകയും രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കാണ്ട് ഈ അറബിക്കടൽ ശാഖ ആരവല്ലിക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്നു. ഇത് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ മഴ കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. നമുക്കൊന്നുകൂടെ പറയാം. അറബിക്കടൽ ശാഖ ഗുജറാത്ത് വഴി പടിഞ്ഞാറൻ തീരസമുദ്രം വഴി ഗുജറാത്തിൽ പ്രവേശിക്കുകയും ഇത് ഈ കാണുന്ന ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് കടന്നു പോവുകയും ചെയ്യുന്നു. ഈ കാറ്റുകൾ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ കാറ്റുകളെ തടഞ്ഞു നിർത്തി ആ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധ പർവ്വതങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നില്ല. ആരവല്ലി പർവ്വതനിരയാണെങ്കിൽ ഈ കാറ്റുകൾക്ക് സമാന്തരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതും. ഇത് ഈ പ്രദേശത്തെ അല്ലെങ്കിൽ രാജസ്ഥാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് മഴ കുറയുന്നതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറബിക്കടൽ ശാഖ, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നതിനാൽ ഇതുവഴിയും പ്രദേശത്ത് മഴ ലഭിക്കുന്നില്ല. നമുക്ക് ഒന്നുകൂടെ വായിച്ചിട്ട് മാപ്പിലേക്ക് പോവാം. ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഹിമാലയ പർവ്വതം. ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായിട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. ഇത് ഹിമാലയ പർവ്വതം. ഇത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ. ഇതാണ് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ ശാഖ. ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരയുടെ അടുത്തെത്തുമ്പോൾ ആരവല്ലി പർവ്വതനിര ഈ ബംഗാൾ ഉൾക്കടൽ ശാഖയെ തടഞ്ഞു നിർത്തി ഈ ഭാഗങ്ങളിൽ മഴ പെയ്യിപ്പിക്കും. ഈ ഭാഗങ്ങളിൽ, അതായത് നമ്മുടെ സമതലങ്ങളിലും കാശ്മീർ ഹിമാലയത്തിന് അല്ലെങ്കിൽ സിവാലിക് റീജിയൻസിൻ്റെ അടിവാരങ്ങളിലൊക്കെ മഴ പെയ്യിപ്പിക്കും. പക്ഷേ രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് ഈ കാറ്റുകളെ കടത്തിവിടുന്നില്ല. ഇതും ആ പ്രദേശത്തെ മഴ ലഭ്യതയുടെ കുറവിനെ സ്വാധീനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ പറയുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖയെയും ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നതിനാൽ ഇതുവഴിയും ഈ പ്രദേശത്ത് മഴ ലഭിക്കുന്നില്ല. നമുക്കൊന്നുകൂടെ നോക്കാം. കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖയെയും ആരവല്ലി പർവ്വതനിര ഇവിടെ തടഞ്ഞു നിർത്തി അപ്പുറത്തേക്ക് കടത്തിവിടുന്നില്ല. അതുകൊണ്ട് ഇതുവഴിയും നമ്മുടെ രാജസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രദേശത്ത് മഴ ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഥാർ മരുഭൂമിയെ വർഗീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഥാർ മരുഭൂമിയെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയെ രണ്ട് പ്രധാന വിഭാഗങ്ങളായി തരംതിരിക്കാം. എത്ര വിഭാഗങ്ങളായിട്ട് തിരിക്കാം? രണ്ട് പ്രധാന വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് അവ? മരുസ്ഥലി മേഖലയും രാജസ്ഥാൻ ബാഗർ മേഖലയും. നമുക്ക് നോക്കാം. വരണ്ട സമതലം അല്ലെങ്കിൽ യഥാർത്ഥ മരുഭൂമി മേഖലയാണ് നമ്മൾ മരുസ്ഥലി എന്ന് പറയുന്നത്. ഓക്കെ, യഥാർത്ഥ മരുഭൂമി മേഖല അല്ലെങ്കിൽ വരണ്ട സമതല പ്രദേശത്തെയാണ് നമ്മൾ മരുസ്ഥലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അർത്ഥ മരുഭൂമി മേഖല അല്ലെങ്കിൽ അർത്ഥ വരണ്ട സമതലത്തെ നമ്മൾ രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നു. നമ്മൾ ഉത്തര മഹാസമതലം പഠിച്ചപ്പോൾ രാജസ്ഥാൻ സമതലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാജസ്ഥാൻ ബാഗറും മരുസ്ഥലിയൊക്കെ പഠിച്ചായിരുന്നു. സെയിം സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വരണ്ട സമതലത്തെ അല്ലെങ്കിൽ യഥാർത്ഥ മരുഭൂമി മേഖലയെ നമ്മൾ എന്ത് പറയുന്നു? മരുസ്ഥലി എന്ന് പറയുന്നു. യഥാർത്ഥ മരുഭൂമി മേഖലയെ നമ്മൾ മരുസ്ഥലി എന്ന് പറയുന്നു. അതേപോലെ തന്നെ അർത്ഥ മരുഭൂമി മേഖല അല്ലെങ്കിൽ അർത്ഥ വരണ്ട സമതലത്തെ നമ്മൾ രാജസ്ഥാൻ ബാഗർ എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വർഗീകരണമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ മരുസ്ഥലിയും രാജസ്ഥാൻ ബാഗറും മാത്രം നമുക്ക് നോക്കിയാൽ മതി. പടിഞ്ഞാറൻ ഭാഗത്ത് കാണപ്പെടുന്ന വരണ്ട മേഖലയാണ് മരുസ്ഥലി പ്രദേശം. ഈ ഭാഗമാണ് രാജസ്ഥാൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഇത്രയും ഭാഗമാണ് നമ്മൾ യഥാർത്ഥ മരുഭൂമി മേഖല അല്ലെങ്കിൽ മരുസ്ഥലി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മരുസ്ഥലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അർത്ഥ വരണ്ട മേഖല അല്ലെങ്കിൽ രാജസ്ഥാൻ ബാഗർ പ്രദേശമാണ് നമുക്കിത് ഈ കാണപ്പെടുന്നത്. രാജസ്ഥാൻ ബാഗർ പ്രദേശമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് എത്രയായിട്ട് ഥാർ മരുഭൂമിയെ തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. യഥാർത്ഥ മരുഭൂമി മേഖലയെ നമ്മൾ
മരുസ്ഥലി എന്ന് വർഗീകരിച്ചു. അതായത് രാജസ്ഥാന്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന യഥാർത്ഥ മരുഭൂമി മേഖലയാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അർദ്ധ മരുഭൂമി മേഖലയെ നമ്മൾ രാജസ്ഥാൻ ബാഗർ എന്നും തരംതിരിച്ചു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മരുസ്ഥലിയെ പറ്റിയാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന വിശാലമായ മണൽപ്പരപ്പുകളാണ് മരുസ്ഥലി. നമ്മൾ പറഞ്ഞു യഥാർത്ഥ മരുഭൂമി മേഖലയെയാണ് നമ്മൾ മരുസ്ഥലി എന്ന് പറയുന്നത്. ഈ മരുസ്ഥലി പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ശിലകളാണ് ഇവിടെ പറഞ്ഞത്. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളെയാണ് നമ്മൾ മരുസ്ഥലി എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്ഥാനശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ഇവിടുത്തെ സ്ഥാനശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ശിലകൾ കുറച്ച് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായിട്ട് കണക്കാക്കപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് കാണപ്പെടുന്ന ജയ്സാൽമീർ തുടങ്ങിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് തുടർച്ചയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഒരു ബോക്സിൽ SCRT ക്ലാസ്സിൽ അല്ലെങ്കിൽ SCRT ചാപ്റ്റേഴ്സിൽ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇവിടുത്തെ സ്ഥാനശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഇവിടുത്തെ മരുസ്ഥലി പ്രദേശത്ത് കാണപ്പെടുന്ന സ്ഥാനശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായിട്ട് കണക്കാക്കപ്പെടുന്നു അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 200 മുതൽ 250 മീറ്റർ 200 മുതൽ 250 മീറ്റർ വരെയാണ് മരുസ്ഥലി പ്രദേശത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം, എന്താണ് മരുസ്ഥലി? ഈ മരുഭൂമി പ്രദേശത്ത് അല്ലെങ്കിൽ യഥാർത്ഥ മരുഭൂമി പ്രദേശത്തെയാണ് അല്ലെങ്കിൽ യഥാർത്ഥ മരുഭൂമി മേഖലയെ നമ്മൾ മരുസ്ഥലി എന്ന് വിളിച്ചു. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയ തടശിലകൾ ഉയർന്ന് നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. അതായത് അടുത്ത പോയിന്റ്, ഇവിടുത്തെ സ്ഥാനശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായിട്ട് കണക്കാക്കപ്പെടുന്നു. അതേപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 200 മുതൽ 250 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ മരുസ്ഥലി പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ശിലകളാണ് ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. ഗ്രാനൈറ്റ് ശിലകൾ ഒരു ആഗ്നേയശില അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സിന് ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നൈസും ഷിസ്റ്റും നമുക്കൊരു മെറ്റമോർഫിക് റോക്സിന് അല്ലെങ്കിൽ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. ഈ പറയുന്ന ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ എന്ന് പറയുന്നത്. ഈ ഗ്രാനൈറ്റ് ശിലകൾ പല പ്രക്രിയകൾക്ക് വിധേയമായി, അതായത് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഷിസ്റ്റ് എന്താണെന്ന് നോക്കാം. മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം, ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ. അവസാദ ശിലകൾക്ക് ഈ പറയുന്ന ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് അവസാദ ശിലകൾക്ക് വിധേയമായിട്ട് രൂപം കൊള്ളുന്ന പുതിയ ശിലകളാണ് ഷിസ്റ്റുകൾ എന്നും പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് എന്നീ ശിലകളാണ് കൂടുതലായിട്ടും മരുസ്ഥലി പ്രദേശത്ത് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകളാൽ നിറഞ്ഞതാണ്. മരുസ്ഥലി പ്രദേശത്തിന്റെ കിഴക്ക് ഭാഗം, അപ്പോൾ നമുക്കറിയാം രാജസ്ഥാന്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന മരുഭൂമി പ്രദേശം, യഥാർത്ഥ മരുഭൂമി പ്രദേശമായ മരുസ്ഥലി പ്രദേശം കാണപ്പെടുന്നത്. ഈ പറയുന്ന കിഴക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ അർദ്ധ മരുഭൂമി പ്രദേശമായിട്ട് ഈ പറയുന്ന പ്രദേശം കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരുസ്ഥലി പ്രദേശത്തിന്റെ കിഴക്ക് ഭാഗം പൊതുവെ പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. ഓക്കെ, മരുസ്ഥലി പ്രദേശത്തിന്റെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. അതേപോലെ തന്നെ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽ കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കറിയാം കംപ്ലീറ്റ് മരുഭൂമി മേഖലയാണ്, യഥാർത്ഥ മരുഭൂമി മേഖലയാണ് മരുസ്ഥലി. ഈ പറയുന്ന മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മണൽ കൂനകളാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മണൽ കൂനകളാൽ നിറഞ്ഞതാണ് മരുസ്ഥലി പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗം. പടിഞ്ഞാറ് ഭാഗത്തപ്പം എന്താണ്? പടിഞ്ഞാറ് ഭാഗത്ത് നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽ കൂനകള്
മരുസ്ഥലിയുടെ പ്രത്യേകതകളാണ്. മണൽക്കൂനകൾ മരുസ്ഥലിയുടെ പ്രത്യേകതകളാണ്. കിഴക്ക് ഭാഗത്ത് ഈ പറയുന്ന പാറക്കെട്ടുകൾ കാണപ്പെടുന്നു. പാറക്കെട്ടുകൾ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്നു. അപ്പോൾ പൊതുവെ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകളാൽ നിറഞ്ഞതാണ്. അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ കാണപ്പെടുന്നു എന്നുമാണ് നമ്മളിവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ ഇത്തരം മണൽക്കൂനകൾ ദ്രിയാൻ എന്നറിയപ്പെടുന്നു. അതായത് മരുസ്ഥലി പ്രദേശത്തിന്റെ യഥാർത്ഥ മരുഭൂമി മേഖലയുടെ പടിഞ്ഞാറ് ഭാഗം മണൽക്കൂനകൾ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകളാൽ നിറഞ്ഞതാണ് മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞു. ഈ പറയുന്ന മണൽക്കൂനകളെ പ്രാദേശികമായിട്ട് ദ്രിയാൻ എന്ന് പറയുന്നു. SCERT ചാപ്റ്ററിൽ പ്രത്യേകമായിട്ട് കുറച്ച് ടേംസ് എടുത്തു പറയുന്നുണ്ട്. നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ ഇനിയും ഈ പറയുന്ന ഇതേപോലെ നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന ടേംസുകൾ നമ്മൾ കാണും. അതിലൊന്ന് ഒരു പ്രധാനപ്പെട്ടതാണ് ഇത്തരം മണൽക്കൂനകൾ എവിടെ കാണപ്പെടുന്ന മരുസ്ഥലി പ്രദേശത്ത് നിരന്തരം സ്ഥാനമാറ്റം സംഭവിച്ച് പടിഞ്ഞാറ് മേഖലയിൽ കാണപ്പെടുന്ന മണൽക്കൂനകളെ നമ്മൾ പ്രാദേശികമായിട്ട് ദ്രിയാൻ എന്ന് പറയുന്നു. ഒന്നുകൂടെ പറയുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. ദ്രിയാൻ എന്താണ്? ദ്രിയാൻ മരുസ്ഥലി പ്രദേശത്ത് കാണപ്പെടുന്ന നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകളാണ് ദ്രിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ദ്രിയാൻ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഈ ടേം എന്തായാലും നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ദ്രിയാൻ എന്ന് ഓർക്കുമ്പോഴേ മണൽക്കൂനകൾ എന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും വരണം. എവിടുത്തെ മണൽക്കൂനകൾ? മരുസ്ഥലി പ്രദേശത്ത് കാണപ്പെടുന്ന, മരുസ്ഥലിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് കാണപ്പെടുന്ന നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകളെയാണ് നമ്മൾ ദ്രിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മരുസ്ഥലി നമ്മൾ കണ്ടു കഴിഞ്ഞു. യഥാർത്ഥ മരുഭൂമി മേഖലയാണ്. കിഴക്ക് ഭാഗം പാറക്കെട്ടുകളാൽ നിറഞ്ഞതാണ്. പടിഞ്ഞാറ് ഭാഗം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകളാൽ നിറഞ്ഞതാണ്. ഈ മണൽക്കൂനകളെ ദ്രിയാൻ എന്നറിയപ്പെടുന്നു. 200 മുതൽ 250 മീറ്റർ വരെയാണ് ഏകദേശ സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരാശരി ഉയരം. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയ ശിലകളാൽ നിർമ്മിതമാണ് ഈ പറയുന്ന മരുസ്ഥലി ഭാഗം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പോയിന്റ്സുകൾ നമ്മൾ നോക്കി. മരുസ്ഥലി പ്രദേശത്തെ പറ്റി, യഥാർത്ഥ മരുഭൂമി മേഖലയെ പറ്റി നമ്മൾ നോക്കി. ഇനി നമ്മൾ അർത്ഥ മരുഭൂമി മേഖലയായ രാജസ്ഥാൻ ബാഗറിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം രാജസ്ഥാൻ ബാഗർ. ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർത്ഥവരണ്ട സമതലമാണ്. അർത്ഥവരണ്ട മരുഭൂമി മേഖല അല്ലെങ്കിൽ അർത്ഥവരണ്ട സമതലത്തെയാണ് നമ്മൾ രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. ഇത് എവിടം വരെ വ്യാപിച്ചിരിക്കുന്നു? ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചു കിടക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗമാണ് രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. എവിടെ വരെ? ഒന്നുകൂടെ പറയാം. ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചു കിടക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗം ഒരു അർത്ഥവരണ്ട സമതലം അല്ലെങ്കിൽ അർത്ഥവരണ്ട മരുഭൂമി മേഖലയായിട്ട് കാണപ്പെടുന്നു. ഈ പറയുന്ന അർത്ഥവരണ്ട മരുഭൂമി മേഖലയാണ് നമ്മൾ രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ രാജസ്ഥാൻ ബാഗർ പ്രദേശത്തു കൂടി ഒഴുകുന്നു എന്ന് പറയുന്നു. എവിടെ നിന്നാണ് അവ ഉത്ഭവിക്കുന്നത്? ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പർവ്വതനിരയാണ് ആരവല്ലി. ഈ ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹ്രസ്വ നീരൊഴുക്കുള്ള നിരവധി അരുവികൾ രാജസ്ഥാൻ ബാഗർ പ്രദേശത്തു കൂടി ഒഴുകുന്നു. അപ്പോൾ ഈ അരുവികൾ രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. അപ്പോൾ ഹ്രസ്വകാല നീരൊഴുക്കുള്ള അരുവികൾ പലതായിട്ട് രാജസ്ഥാൻ ബാഗർ മേഖലയിലൂടെ ഒഴുകുന്നു. ഇവ രോഹി എന്നറിയപ്പെടുന്ന ഫലഭൂഷ്ടമായ തുരുത്തുകൾ. അപ്പോൾ ഈ പ്രദേശത്ത് കാണപ്പെടുന്ന രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് കാണപ്പെടുന്ന ഫലഭൂഷ്ടമായ തുരുത്തുകളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? രോഹി എന്നറിയപ്പെടുന്നത്. ഫലഭൂഷ്ടമായ തുരുത്തുകളെ രോഹി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ പറയുന്ന ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ഈ രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. വീണ്ടും പറയുന്നു, രോഹി എന്നറിയപ്പെടുന്ന ഫലഭൂഷ്ടമായ തുരുത്തുകൾ രാജസ്ഥാൻ ബാഗർ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. രോഹി എന്നറിയപ്പെടുന്ന ഫലഭൂഷ്ടമായ തുരുത്തുകൾ രാജസ്ഥാൻ ബാഗർ പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ രാജസ്ഥാൻ ബാഗർ പ്രദേശത്തുകൂടി ഒഴുകുന്ന ഹ്രസ്വകാല നീരൊഴുക്കുള്ള അരുവികൾ രോഹി എന്നറിയപ്പെടുന്ന ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു അല്ലെങ്കിൽ കൃഷിക്ക് സഹായിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ രാജസ്ഥാൻ ബാഗർ പ്രദേശം
ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചു കിടക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗമാണ്. ഇതൊരു അർദ്ധ വരണ്ട മരുഭൂമി പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു അർദ്ധ വരണ്ട സമതല പ്രദേശമാണ്. അതേപോലെ തന്നെ ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പറയുന്ന രാജസ്ഥാൻ ബാഗർ പ്രദേശത്തു കൂടി ഒഴുകുന്നു എന്ന് പറയുന്നു. ഈ പറയുന്ന ഹ്രസ്വകാല നീരൊഴുക്കുള്ള അരുവികൾ രോഹി എന്നറിയപ്പെടുന്ന ഫലഭൂഷ്ടമായിട്ടുള്ള തുരുത്തുകളിൽ, രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് കാണപ്പെടുന്ന ഫലഭൂഷ്ടമായ തുരുത്തുകൾ രോഹി എന്നറിയപ്പെടുന്നു. ഈ രോഹി എന്നറിയപ്പെടുന്ന ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ ഈ പറയുന്ന അരുവികൾ കൃഷി സാധ്യമാക്കുന്നു, അല്ലെങ്കിൽ കൃഷിക്ക് സഹായിക്കുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയാണ് ലൂണി എന്ന് പറയുന്നത്. അതായത് ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന നദിയാണ് ലൂണി എന്നറിയപ്പെടുന്നത്. ഈ രാജസ്ഥാൻ ബാഗർ പ്രദേശത്തു കൂടി ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ് ലൂണി എന്ന് പറയുന്നത്. ഇത് ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയാണ് ലൂണി എന്ന് പറയുന്നത്. ലൂണി നദി രാജസ്ഥാൻ ബാഗർ പ്രദേശത്തു കൂടി ഒഴുകുന്നു. ആരവല്ലി പർവ്വത നിരയിൽ നിന്ന് ഉത്ഭവിച്ച് റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഈ പ്രദേശത്തെ പ്രധാന നദിയാണ് ലൂണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ലൂണി എന്ന് പറയുന്നത്. അതായത് വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദിയല്ല ലൂണി, കാലികമായിട്ട് സീസണലായിട്ട് മാത്രം നീരൊഴുക്കുള്ള ഹ്രസ്വകാല നീരൊഴുക്കുള്ള നദിയാണ് ലൂണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പുകൾ താലി എന്നറിയപ്പെടുന്നു. അപ്പോൾ കുറച്ചധികം ടേംസുകൾ നമ്മൾ പഠിച്ചു. ധ്രിയാൻ എന്തെന്ന് പഠിച്ചു, നേരത്തെ രോഹി എന്തെന്ന് പഠിച്ചു, മറ്റൊന്നത് താലി എന്നറിയപ്പെടുന്ന മറ്റൊരു ടേമാണ് നമ്മൾ പഠിച്ചത്. എന്താണ് താലി? ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പാണ് താലി എന്നറിയപ്പെടുന്നത്. ലൂണി നദിയുടെ വടക്ക് ഭാഗത്തുള്ള മണൽപ്പരപ്പുകളെ നമ്മൾ താലി എന്നറിയപ്പെടുന്നു. ഓക്കെ, ലൂണി നദിയുടെ വടക്ക് ഭാഗത്തുള്ള മണൽപ്പരപ്പിനെ നമ്മൾ താലി എന്നറിയപ്പെടുന്നു. ഓക്കെ, നമ്മൾ ധ്രിയാൻ എന്തെന്ന് പഠിച്ചല്ലേ? ധ്രിയാൻ എന്താണ്? ധ്രിയാൻ മരുസ്ഥലി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, മരുസ്ഥലി പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന മണൽ കൂനകളെയാണ് നമ്മൾ, നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽ കൂനകളാണ് ധ്രിയാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു രോഹി എന്തെന്ന് പഠിച്ചു. എന്താണ് രോഹി? രാജസ്ഥാൻ ബാഗർ പ്രദേശം പഠിച്ചപ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ കുറച്ചു മുമ്പാണ് നമ്മൾ പറഞ്ഞത്, രാജസ്ഥാൻ ബാഗർ പ്രദേശത്തെ ഫലഭൂയിഷ്ടമായ തുരുത്തിനെയാണ് നമ്മൾ രോഹി എന്ന് പറയുന്നത്. എന്താണ്? രാജസ്ഥാൻ ബാഗർ പ്രദേശത്തെ ഫലഭൂഷ്ടമായിട്ടുള്ള, അല്ലെങ്കിൽ കൃഷിക്ക് സാധ്യമായിട്ടുള്ള തുരുത്തുകളെയാണ് നമ്മൾ രോഹി എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് താലി എന്ന് പറയുന്ന വീണ്ടും ഒരു ടേം നമ്മൾ പഠിച്ചു. എന്താണ്? ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പുകളാണ്. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പുകളെയാണ് നമ്മൾ താലി എന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട ടേംസുകൾ ഇന്ത്യൻ മരുഭൂമി പഠിക്കുമ്പോൾ SCERT ബേസ് ചെയ്ത് എന്തായാലും പഠിച്ചു വെച്ചേക്കുക. നമ്മൾ എന്താണ് പറഞ്ഞത്? ധ്രിയാൻ, രോഹി, താലി എന്നാണ് പറഞ്ഞത്. ധ്രിയാൻ എന്താണ്? മരുസ്ഥലി പ്രദേശത്ത് കാണപ്പെടുന്ന, പടിഞ്ഞാറൻ ഭാഗത്ത് കാണപ്പെടുന്ന മണൽ കൂനകളെയാണ് നമ്മൾ ധ്രിയാൻ എന്ന് പറഞ്ഞത്. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് കാണപ്പെടുന്ന ഫലഭൂഷ്ടമായ തുരുത്തുകളെയാണ് നമ്മൾ രോഹി എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പുകളെ നമ്മൾ താലി എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഈ താലി എന്ന് ഈ ഒരു ടേം വന്നപ്പോഴാണ് നമ്മൾ മുന്നേ പഠിച്ച ഈ 2 ടേമും കൂടെ നമ്മൾ ഒന്നുകൂടെ നമ്മൾ റീവൈൻഡ് ചെയ്തത്. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ ലൂണി നദിയെ പറ്റിയാണ് പറഞ്ഞത്. ഏത് നദി? ലൂണി നദിയെ പറ്റിയാണ് ഈ സ്ലൈഡിൽ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട നദിയാണ് ലൂണി എന്ന് പറയുന്നത്. ലൂണി കാലികമായിട്ട് മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ലൂണി എന്ന് പറയുന്നത്. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പുകളെ താലി എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? താലി എന്നറിയപ്പെടുന്നു. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പുകളെ താലി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ലൂണി നദിയെ പറ്റിയാണ് ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളത്. SCERT ചാപ്റ്ററിൽ ലൂണി നദിയെപ്പറ്റി പറയുന്ന ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആരവല്ലി പർവ്വത നിര. അജ്മീർ എന്ന സ്ഥലത്തിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? ലൂണി നദി ഉത്ഭവിക്കുന്നത്. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്.
മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ലൂണി നദി വർഷം മുഴുവൻ നീരൊഴുക്കുള്ള ഒരു നദിയല്ല, കാലികമായിട്ട് മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ലൂണി എന്ന് നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ. അതേപോലെ തന്നെ ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. ഏതൊക്കെയാണ്? ലിൽറി വളരെ അടിപൊളി പേരുകളാണ്. സുക്രി, ജവായി, നിങ്ങൾ 1, 2, 3 വേറൊന്നും പഠിക്കണ്ട. ഈ 3 പോഷക നദികൾ ഏതിൻ്റെ? ലൂണി നദിയുടെ. ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. ലൂണി നദിയുടെ പ്രധാന പോഷക നദികളാണ് ലിൽറി, സുക്രി. പറയുമ്പോൾ തന്നെ നാക്ക് നല്ലോണം ഉടക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ എന്തായാലും നിങ്ങൾ ഓപ്ഷനിൽ കുത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരുകളാണെന്ന് തോന്നുന്നു. ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് ലൂണി നദിയുടെ പ്രധാന പോഷക നദികൾ. ഒന്നുകൂടെ പറയുന്നു, ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് ലൂണി നദിയുടെ പ്രധാന പോഷക നദികൾ. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. SCRT ചാപ്റ്ററിലുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സുകളാണ്. എവിടുന്ന് വേണമെങ്കിലും ചോദ്യം ഇടുന്ന ആൾക്ക് എടുത്ത് പിക്ക് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. സോ ഈസിയാണ് ചോദ്യം ഇടാനായിട്ട്. 3 പ്രധാന പോഷക നദികളുടെ പേര് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന SCRT ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുക ഏതൊക്കെയാണ്. ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് ലൂണി നദിയുടെ പ്രധാന പോഷക നദികൾ. നെക്സ്റ്റ്, ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന് പേര് ലഭിച്ചത്. ലവണവാരി, എന്തെല്ലാം പേരുകളാണല്ലേ, വേറെ ഒരു പേരും കിട്ടിയില്ല. ഓക്കെ, ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന് പേരിട്ടത്. അപ്പം ലവണവാരി ആണ് ലൂണിയായിട്ട് മാറിയത്. സംസ്കൃതത്തിൽ ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സംസ്കൃത പദമായിട്ടുള്ള ലവണവാരി എന്ന പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന് പേര് കിട്ടിയിട്ടുള്ളത്. എന്താണ് ലവണവാരിയുടെ അർത്ഥം? ഉപ്പ് നദി. ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ പറയുന്ന ലൂണി നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഓക്കെ, ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൺ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. ഏകദേശം 482 കിലോമീറ്ററാണ് ലൂണി നദിയുടെ നീളം. ഏകദേശം 482 കിലോമീറ്റർ ലൂണി നദി ഒഴുകുന്നു എന്ന് പറയുന്നു. എവിടെയാണ് പതനസ്ഥാനം? ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു ഉത്ഭവം, ലൂണി നദിയുടെ ഉത്ഭവം ആരവല്ലി പർവ്വതനിര. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിലാണ് ലൂണി നദി ഉത്ഭവിച്ചത്. ഓക്കെ, കാലികമായിട്ട് മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ലൂണി നദി. ഓക്കെ, മഴക്കാലത്ത് മാത്രമേ ലൂണി നദിയിൽ ഈ പറയുന്ന നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ. മഴക്കാലത്ത് മാത്രമാണ് ഈ പറയുന്ന ലൂണി നദിയിൽ നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ. ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് ലൂണി നദിയുടെ പ്രധാന പോഷക നദികൾ. ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ലൂണി നദിക്ക് ഈ പേര് ലഭിച്ചത്. അതേപോലെ തന്നെ 482 കിലോമീറ്റർ ഒഴുകി റാൺ ഓഫ് കച്ചിലാണ് ലൂണി നദി പതിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൂണി നദിയെ പറ്റി പറയാൻ വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പോൾ ലൂണി നദിയുടെ ആ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ മാപ്പിലെ ആ ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു പറഞ്ഞേ? ആരവല്ലി. അജ്മീറിനടുത്ത് ആരവല്ലിയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നു. എത്ര കിലോമീറ്റർ ഒഴുകുന്നു? 482 കിലോമീറ്റർ. ഏകദേശം 482 കിലോമീറ്റർ ഒഴുകി റാൺ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിലാണ് നമ്മുടെ ലൂണി നദി പതിക്കുന്നത്. അറബിക്കടലല്ല, പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണെങ്കിലും അറബിക്കടലല്ല, അറേബ്യൻ സീയിലല്ല നമ്മുടെ ലൂണി നദി പതിക്കുന്നത്, റാൺ ഓഫ് കച്ചിലാണ് പതിക്കുന്നത്. എത്ര കിലോമീറ്റർ ഒഴുകി? 482 കിലോമീറ്റർ ഒഴുകിയിട്ട് റാൺ ഓഫ് കച്ചിലാണ് പതിക്കുന്നത്. നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ലൂണി നദി, ലവണവാരി എന്നറിയപ്പെടുന്ന ലൂണി നദിയാണ് ഈ കാണപ്പെടുന്നത്. ലൂണി നദിയുടെ ആ ഒരു മാപ്പിലെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് രാജസ്ഥാൻ ബാഗർ പ്രദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങൾ കാണപ്പെടുന്നു. ഈ പ്രദേശത്ത് ഉപ്പ് തടാകങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജസ്ഥാൻ ബാഗർ പ്രദേശത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഉപ്പ് തടാകങ്ങൾ എന്ന് പറയുന്നത്. ഈ മേഖലയിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകമാണ് സാംബാർ തടാകം. അപ്പോൾ സാംബാർ തടാകം ഈ പ്രദേശത്തെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഉപ്പ് തടാകമാണ് എന്ന് മനസ്സിലാക്കുക. ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നതാണ് സാംബാർ തടാകം.
മഴക്കാലത്ത് 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാ കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു. അപ്പോൾ വരൾച്ചാ കാലത്ത് സാമ്പാർ തടാകം ഗണ്യമായി ചുരുങ്ങുന്നുവെന്നും മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി കൈവരിക്കുന്നു എന്നും പറയുന്നു. അതേപോലെ തന്നെ ഏത് ഭാഗത്തായിട്ടാണ് സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത്? ജയ്പൂരിനടുത്ത് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി, ജയ്പൂർ പ്രദേശത്തിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മുടെ സാമ്പാർ തടാകം കാണപ്പെടുന്നത്. സാമ്പാറിന്റെ ലൊക്കേഷൻ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ജയ്പൂരിനടുത്താണ് കാണപ്പെടുന്നത്. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി കൈവരിക്കുന്നു ഈ പറയുന്ന ഏത് തടാകം? സാമ്പാർ തടാകം. അതേപോലെ തന്നെ വരൾച്ചാ കാലത്ത് ഗണ്യമായിട്ട് ചുരുങ്ങുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവയാണ് ഈ പ്രദേശത്തെ മറ്റു തടാകങ്ങൾ. സാമ്പാറിനെ കൂടാതെ മറ്റു തടാകങ്ങളാണ് ദിദ്വാന, സർഗോൾ, കാത്തു എന്ന് പറയുന്നത്. അപ്പോൾ കാത്തു, ദിദ്വാന, സർഗോൾ, സാമ്പാർ എന്നിവയാണ് രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഉപ്പ് തടാകങ്ങൾ എന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സാമ്പാർ ലേക്കിൻ്റെ ആ ഒരു സാറ്റലൈറ്റ് ഇമേജും ഈ പറയുന്ന മറ്റൊരു ഫോട്ടോയുമാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപ്പ് തടാകമാണ് സാമ്പാർ എന്ന് പറയുന്നത്. സാമ്പാറിനെ കൂടാതെ ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവയും രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് കാണുന്ന മറ്റ് ഉപ്പ് തടാകങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്ന് ഇന്ത്യൻ മരുഭൂമിയെ പറ്റിയാണ് പഠിച്ചു തുടങ്ങിയത്. നമുക്ക് ഉഷ്ണമരുഭൂമി, ശീതമരുഭൂമി എന്താണ് നമ്മൾ നോക്കി. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഉഷ്ണമരുഭൂമിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കിയത്. അതായത് ഥാർ മരുഭൂമിയുടെ സവിശേഷതകളെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. ഥാർ മരുഭൂമിയെ നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് രണ്ടായിട്ട് തിരിച്ചു. യഥാർത്ഥ മരുഭൂമി മേഖലയെ യഥാർത്ഥ മരുഭൂമി മേഖലയെ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖലയെ രാജസ്ഥാൻ ബാഗർ എന്ന് നമ്മൾ തിരിച്ചു. ഈ പറയുന്ന ഥാർ മരുഭൂമിയുടെ സവിശേഷതകൾ വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ബാക്കി കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ മരുഭൂമി എന്നുള്ള ഈ ഒരു ഭൂപ്രകൃതി വിഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.